കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിളിക്കുന്ന മഹാമാഘം. അതിൻ്റെ ചർച്ചകൾ കാശിയിൽ വെച്ചാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജുവായിട്ട് നടക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, രാജരാജേശ്വരിയുടെ മണ്ണാണ് തിരുനാവായ. അവിടേക്ക് വരുന്ന നിള അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ആരംഭം ത്രിമൂർത്തി ഹില്ലാണ്, ഇവിടെ പൊള്ളാച്ചിക്കടുത്ത് ത്രിമൂർത്തി ഹില്ല്. അപ്പോൾ അവിടുന്ന് ഒരു മഹാമേരു രഥയാത്രയായിട്ട് വരാം എന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ശിവരാത്രിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വലിയ മഹാമേരുണ്ടായിരുന്നു. ഇതെന്തോ പ്രകൃതിൻ്റെ രുചിയായിരിക്കാം, അല്ലാതെ നമ്മൾ മഹാമാഘം തീരുമാനിച്ചതിന് ശേഷം വലിയൊരു മേരുണ്ടാക്കാനുള്ള സമയമില്ല നമുക്ക്. ഇപ്പോൾ ഗണപതിക്ക് എന്തുകൊണ്ട് വലിയ തുമ്പിക്കൈ ഉണ്ടായി, അല്ലെ വലിയ ചെവി ഉണ്ടായി, എന്തുകൊണ്ട് 10 കൈകളുണ്ടായി. നമ്മൾ അനേകം ധ്യാനങ്ങൾ ഗണപതിക്കുണ്ട്, അതിലൊരു ധ്യാനം 10 കൈകളോട് കൂടിയ ധ്യാനമാണ്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് വിഷ്ണു അനന്തൻ്റെ പുറത്ത് കിടക്കുന്നു. അനന്തൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റാണ്, അവസാനമില്ലാത്തതാണ്. മഹാമേരു എന്ന് പറയുന്നത് ദേവിയുടെ ശരീരമാണ്, പ്രദർശനം പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം? ഇതൊരു വിവാദമായിട്ടൊന്നും ഞാൻ കണക്കാക്കിയില്ല. ചില ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല, ഫേസ്ബുക്കിലൊക്കെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ആരോരാൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് ന്യായമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ചെറിയ പോസ്റ്റ് അതിനെക്കുറിച്ച് ഇടുകയും ചെയ്തിരുന്നു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല, കാരണം വലിയ ഒരു സങ്കല്പത്തോടു കൂടിയാണ് കുംഭമേള ചെയ്യുന്നത്. നമസ്കാരം, നമ്മുടെ ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം ശ്രീനാഥ് ജി. നമസ്കാരം. കുംഭമേളയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നല്ലോ. എന്തൊക്കെയാണ് കുംഭമേള വിശേഷങ്ങൾ? കുംഭമേള കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന ഒരു വലിയ സംഭവമായിട്ട് മാറി. തുടക്ക സമയത്ത് ഏതാണ്ട് ഒരു ദിവസം പരമാവധി 10,000 പേര് വരും എന്ന് കരുതിയിരുന്ന കുംഭമേളയിൽ ഒന്നാമത്തെ ദിവസം മുതൽക്ക് തന്നെ ആ ഒരു തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും അത് 1,00,000-ന് മുകളിൽ കയറി. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും 1,00,000 1.5 ലക്ഷം ആൾക്കാർ കൂടി വരികയാണ്. അവസാനത്തെ ദിവസത്തേക്കൊക്കെ പോലീസിൻ്റെ കണക്കനുസരിച്ച് 7 ലക്ഷം 8 ലക്ഷം പേര് അവസാനത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ടോട്ടലി 18 ദിവസം കൊണ്ട് 20 ലക്ഷത്തിലധികം പേര് വന്നു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അനൗദ്യോഗികമായി അത് 30-40 ഇടയ്ക്കാണ് എന്നുള്ളതാണ്. കാരണം പോലീസിൻ്റെ ആ ഗേറ്റിലൂടെ കടക്കുന്ന ആൾക്കാരെണ്ണവും ക്യാമറയിൽ മാസിനെടുക്കുന്ന നമ്പറാണ് നോക്കുന്നത്. അതല്ലാതെ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അത്രയും വലിയൊരു പരിപാടിയായിട്ട് മാറിയെന്ന് പറയും. ഇപ്പോൾ തമിഴ്നാട്ടിലാണല്ലോ നമ്മുടെ യാത്ര തുടങ്ങിയത്. അവിടെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കേട്ടു. എന്തായിരുന്നു? കുംഭമേള അല്ലെങ്കിൽ മഹാമാഘം, കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിളിക്കുന്ന മഹാമാഘം, അതിൻ്റെ ചർച്ചകൾ കാശിയിൽ വെച്ചാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജുവായിട്ട് നടക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, രാജരാജേശ്വരിയുടെ മണ്ണാണ് തിരുനാവായ. അവിടേക്ക് വരുന്ന നിള അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ആരംഭം ത്രിമൂർത്തി ഹില്ലാണ്, ഇവിടെ പൊള്ളാച്ചിക്കടുത്ത് ത്രിമൂർത്തി ഹില്ല്. അപ്പോൾ അവിടുന്ന് ഒരു മഹാമേരു രഥയാത്രയായിട്ട് വരാം എന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ശിവരാത്രിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വലിയ മഹാമേരുണ്ടായിരുന്നു. ഇതെന്തോ പ്രകൃതിൻ്റെ രുചിയായിരിക്കാം, അല്ലാതെ നമ്മൾ മഹാമാഘം തീരുമാനിച്ചതിന് ശേഷം വലിയൊരു മേരുണ്ടാക്കാനുള്ള സമയമില്ല നമുക്ക്. അതുകൊണ്ട് പ്രകൃതീശ്വരി വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരുക്കങ്ങൾ മുഴുവൻ നേരത്തെ പ്രകൃതി ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസം കൊണ്ടാണല്ലോ മാഘം നടക്കുന്നത്. അങ്ങനെ ആ മേരു എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ത്രിമൂർത്തിയിൽ വലിയ ഒരുക്കങ്ങളാണ്. ത്രിമൂർത്തിയിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. കാരണം 3 മൂർത്തികൾ അവിടെയുണ്ട്. അനസൂയ അത്രിയൊക്കെ തപസ് ചെയ്തിരുന്ന ബ്രഹ്മാവ് വിഷ്ണു ശിവൻ സാന്നിധ്യമുള്ള അന്നപൂർണേശ്വരി ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് തന്നെയാണ് തുടങ്ങി. 7 ചാലുകളായി വന്ന് അത് ഒഴുകി ഭാരതപ്പുഴയായിട്ട്, ഈ 7 ചാലുകൾ 7 നദികളുടെ പ്രതീകമാണ്. അതുകൊണ്ട് ഇത് ഭാരതപ്പുഴ തന്നെയാണ്. ഭാരതത്തിൽ അനേകം പുഴകളുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ പേരിലൊരു പുഴ, ഭാരതപ്പുഴ, അത് ഇവിടെയുള്ളൂ നമുക്ക്. അതിൻ്റെ ആരംഭ സ്ഥലത്ത് തുടങ്ങണം എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ അവിടെ വലിയ വ്യവസ്ഥയൊക്കെ ചെയ്തു. തമിഴ്നാട്ടിൽ എല്ലാ ആധീനങ്ങളിലും നമ്മൾ നേരത്തെ തീരുമാനിച്ചു, എല്ലാ ആധീനങ്ങളിലൊക്കെ സംസാരിച്ചു, എല്ലാവരും തയ്യാറായി. പോലീസ് ദിവസങ്ങളോളം നമ്മൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എല്ലാ സ്ഥലത്തും അനുമതി കിട്ടി. തലേന്ന് ഞങ്ങൾ എത്തി, രഥമൊക്കെ ആയിട്ട് എത്തി.
അവിടുന്ന് രാവിലെ പൂജ കഴിഞ്ഞ് ഇറങ്ങണം. തലേന്ന് രാത്രി 7 മണിക്കാണ് ഈ പോലീസ് പറയുന്നത് രഥയാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. നിസ്സാരമായ കാരണങ്ങളാണ് പറയുന്നത്. ആ കാരണങ്ങളൊന്നും അല്ല. കാരണം റോഡിൽ ഈ സമയത്ത് തിരക്കുണ്ടാവും. കാരണം ആ സമയത്ത് പഴനിയിലേക്ക് ധാരാളം രഥങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വളരെ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് അതൊന്നുമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം തമിഴ്നാട് സർക്കാർ, സ്റ്റാലിൻ സർക്കാരിൻ്റെ ഇടപെടൽ കാരണം രഥയാത്ര നിർത്തിവെക്കേണ്ടിയിരുന്നു. പക്ഷേ രഥയാത്ര നടന്നില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് മഹാമേരു ഞങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഗംഭീരമായി എല്ലാ അധീനങ്ങളിലെ സന്യാസിമാർ വന്നു, ശ്രീചക്ര പൂജ ചെയ്തു, അതിഗംഭീരമായി നടന്നു. രഥയാത്രയ്ക്ക് അവർ അനുമതി തന്നില്ല. രഥത്തിൽ നിന്ന് മേരു ഇറക്കി അത് നമ്മൾ കാറിലാണ് കൊണ്ടുവന്നത്. പിന്നീടാണ് രഥം വന്നത്. അതിനുശേഷം പാലക്കാട് നിന്ന് അതിഗംഭീരമായിട്ട് കൽപ്പാത്തിയിൽ നിന്ന് തുടങ്ങി നിളയുടെ തീരത്തിലൂടെ തന്നെ അതിഗംഭീരമായിട്ട് ഏതാണ്ട് ഇവിടെ എത്തുന്ന ദിവസം 22-ാം തീയതി എത്തുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് സ്വീകരിക്കാനുണ്ടായത്. അതുമാത്രമല്ല, ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ എത്രയോ അധികം ആൾക്കാർ രഥയാത്രയ്ക്ക് പങ്കെടുക്കാൻ വന്നു. ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തുന്ന സമയത്ത് വൈകുന്നേരം 4 മണിയുണ്ട്. അവിടുത്തെ ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ കുട്ടികളും അമ്മമാരൊക്കെ കാത്തിരിക്കുകയാണ്. പല സ്ഥലത്തും നമുക്ക് സമയം കൃത്യമായി പാലിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്ര വലിയൊരു സ്വീകരണമാണ് എല്ലാ സ്ഥലത്തു നിന്നും ഉണ്ടായത്. വലിയ ഒരു സന്ദേശം ലോകത്തിന് കൊടുത്തുകൊണ്ടാണ് രഥയാത്ര ഇവിടെ എത്തിച്ചേർന്നത്. തമിഴ്നാട്ടിൽ നിന്ന് അവർക്ക് പല അധീനങ്ങളിൽ നമുക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷെ അവർ മുഴുവൻ തിരുനാവായ വന്നു. ഏതാണ്ട് 1500-ലധികം ബസ്സുകൾ എല്ലാ ദിവസവും ബസ്സിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്നൊക്കെയാണ്. വലിയൊരു ജനപങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ ഞാൻ ആനന്ദവന സ്വാമികളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ആശയം, നമ്മൾ തുടക്കത്തിലേ തീരുമാനിച്ചത് നിളയുടെ ഭാരതപ്പുഴയുടെ ഉത്ഭവത്തിൽ നിന്ന് ആ ഭാരതപ്പുഴയ്ക്കൊപ്പം രാജരാജേശ്വരി വന്ന് ഈ ത്രിമൂർത്തി സംഗമത്തിൽ ഇവിടെയും ത്രിമൂർത്തികളുടെ ബിന്ദുസ്ഥാനത്താണ് മഹാമേരു പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ദേവി അവിടുന്ന് ഇതിനൊപ്പം വരട്ടേതായിരുന്നു. പിന്നീട് തമിഴ്നാട്ടിൽ നിന്നാണ് പറഞ്ഞതല്ല നമുക്ക് കോയമ്പത്തൂർ പല ആധീനങ്ങളിൽ പോകണം എന്നുള്ളത്. സ്വാമിജി പറഞ്ഞ രാജരാജേശ്വരൻ്റെ തീരുമാനം അത് നിളയ്ക്കൊപ്പം സഞ്ചരിക്കട്ടെ, ഭാരതപ്പുഴയ്ക്കൊപ്പം സഞ്ചരിക്കട്ടെ എന്നുള്ളതായിരിക്കാം. അത് പ്രകൃതീശ്വരീൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഇതിന് വേറെ ആരെയും കുറ്റം പറയേണ്ടതില്ല. വേറെ ആരും അല്ല കാരണം. അതങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അതിനോടുള്ള നിലപാട്. അദ്ദേഹം അത് തടഞ്ഞു അല്ലെങ്കിൽ നടന്നില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ പാലക്കാട് വരികയും അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിഗംഭീരമായി നമുക്ക് രാജരാജേശ്വരിയെ രഥയാത്ര രാജകീയമായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. അവിടുത്തെ ചടങ്ങുകളെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാൻ പറ്റുമോ? തിരുനാവായ ഏതാണ്ട് മൗനി അമാവാസിക്ക് ശേഷം, മൗനി അമാവാസിയിൽ അവിടുത്തെ പല ചടങ്ങുകളും കഴിഞ്ഞു. ഏതാണ്ട് 160-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന അതിഗംഭീരമായ മഹാമാഗം പിന്നീട് അത് മാമാങ്കം എന്നുള്ള പേരിലേക്ക് വഴിമാറുകയും വീണ്ടും ആ നഷ്ടപ്പെട്ട പ്രതാപത്തോടു കൂടി അത് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് അത്രയും കാലം ഒരു പിതൃസ്ഥാലിയായിട്ട് അല്ലെങ്കിൽ പ്രേതവും പിതൃക്രിയകൾ, പ്രേതവേർപാട് കഴിഞ്ഞ് പ്രേതങ്ങൾ അവിടെ ലയിപ്പിക്കുന്ന സ്ഥലമൊക്കെ ആയിട്ടാണ് തിരുനാവായ അറിയപ്പെട്ടിരുന്നത്. അത് മാറി അല്ലെങ്കിൽ അത്തരം ക്രിയകൾക്കും അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിതൃക്കൾക്കുള്ള പൂജയും അത്തരം എല്ലാ ബലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രഥമ മുതൽ തുടങ്ങി പൗർണമി കഴിഞ്ഞു. പിന്നെ മാഘമാസത്തിലെ മകനക്ഷത്രം മഹാമാഘം അതുവരെ ഓരോ ദിവസവും ഓരോ സമ്പ്രദായത്തിൽപ്പെട്ട വിവിധ ആൾക്കാർ, അതായത് ചടങ്ങുകൾ എന്ന് പറയുമ്പം സമാജത്തിലെ മുഴുവൻ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വയനാട്ടിൽ ആദിവാസി ഗോത്രത്തിലുള്ള വെള്ളകമ്മ എന്ന് പറയുന്ന അമ്മയുടെ പൂജ, അതുപോലെ എല്ലാ ഗോത്രത്തിലും എല്ലാ സമുദായത്തിലും എല്ലാ സമ്പ്രദായത്തിലും എല്ലാ ഗുരുപരമ്പരയിൽപ്പെട്ട വിഭാഗങ്ങളും വന്ന് അവരുടേതായ ദേവതകളുടെ പൂജകൾ ഒരു ക്രമമനുസരിച്ച് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഈ മഹാമാഘത്തെ ഇത്ര വിജയിപ്പിച്ചെന്നെനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും ഒരേപോലെ വന്ന് പൂജ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സമഗ്രമായ ഒരു പദ്ധതി അവിടെ നടന്നു. അതിൽ ഏറ്റവും പ്രധാനം നില ആരതിയായിരുന്നു. ആരതി ഇവിടെ കാശിയിൽ ആരതി എടുക്കുന്ന അതേ ഗ്രൂപ്പ് തന്നെയാണ് വന്ന് എടുത്തത്. ഓരോ ദിവസവും വൈകിട്ട് 6:30 മുതൽ 7:30 വരെയാണ് ആരതീൻ്റെ സമയം. 3 മണി മുതലൊക്കെ അവിടെ ആൾക്കാർ വന്നിട്ട് സ്ഥാനം പിടിക്കുകയാണ്. പുഴയിലിറങ്ങി നിന്നിട്ട് പകുതിയോളം ഇറങ്ങി നിന്നിട്ട്, അതുപോലെ നല്ല വെയിലാണ് 3 മണിക്ക്. ആ വെയിലത്ത് വന്നിട്ട് ആൾക്കാർ ഇരിക്കുകയാണ് 7 മണീൻ്റെ ആരതി കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമുക്കറിയാം പാലത്തിലൂടെ കുറച്ച് പേർക്ക് പോകാൻ പറ്റും. 8 മണിക്ക് ആരതി കഴിഞ്ഞാൽ ഇവിടുന്ന് അക്കരെ എത്തുമ്പോൾ വീണ്ടും 3 മണിക്കൂറാവും, 10 മണി കഴിയും.
എന്നിട്ടും ഓരോ ദിവസവും ആൾക്കാർ വന്നു, ഒരു ബഹളവും ഇല്ലാതെ, ഒരു ചെറിയ തർക്കങ്ങൾ പോലും ഇല്ലാതെ വളരെ സംയമനത്തോടു കൂടി ഇത് ഞങ്ങളുടെ പരിപാടിയാണ്, ഇത് വേറെ ആരും നടത്തുന്ന പരിപാടി, ഞങ്ങൾ പങ്കെടുക്കാൻ വന്നതല്ല, നമ്മുടെ പരിപാടിയാണ്, നമ്മളാണ് നടത്തുന്നത് എന്നുള്ള ഭാവത്തിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു എന്നുള്ളത് അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് തന്നെ ആയിരിക്കാം. അത്ര മനോഹരമായിട്ട് അതിലെ വ്യവസ്ഥകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും അതാത് തിഥികളുമായി ബന്ധപ്പെട്ട ദേവതകളുടെ പൂജകളായിരുന്നു കൂടുതലും. അതിന് കേവലം ഒരു പൂജ ചെയ്ത് പോവല്ല ചെയ്തത്. അതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ഓരോ ചടങ്ങും ഉണ്ടായിരുന്നത്. ശ്രീനാഥ് ജി, മന്ത്രം, യന്ത്രം, ദേവത ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. മന്ത്രവും യന്ത്രം ദേവത എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവർക്കും അറിയേണ്ട, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദേവതയ്ക്കും ഈ 3 അവസ്ഥ ഉണ്ട്. ദേവതയ്ക്കൊരു സ്വരൂപം ഉണ്ടാവും, ഒരു ധ്യാന ശ്ലോകം. ആ ധ്യാന ശ്ലോകത്തിൽ ആ ദേവതയുടെ രൂപമാണ് കാണിക്കുക. ആ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും ദേവതയുടെ, ഗണപതിക്ക് തന്നെ അനേകം ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഗണപതിക്ക് ഒരു ധ്യാന ശ്ലോകം അല്ല ഉള്ളത്. അതേപോലെ ഓരോ ദേവതയ്ക്കും പല പല ധ്യാന ശ്ലോകങ്ങളുണ്ട്. ആ ധ്യാന ശ്ലോകം ആ ദേവതയുടെ രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ രൂപം എന്ന് പറയുന്നത് ദേവതയുടെ സ്വഭാവം, ആ ദേവതയുടെ കയ്യിൽ എന്തൊക്കെ വസ്തുക്കളുണ്ട്, എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ്. അതിനെ ഡീകോഡ് ചെയ്താൽ, ആ രൂപത്തെ ഡീകോഡ് ചെയ്താൽ നമുക്കതിലൊരുപാട് കാര്യങ്ങൾ, ഈ ദേവത എങ്ങനെയാണ് ഉണ്ടായത്, ആ ദേവതേൻ്റെ സ്വരൂപം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, ആ ദേവത ഉപാസിച്ചാൽ എന്താണ് ലഭിക്കുക എന്നുള്ള മുഴുവൻ ആ രൂപത്തിലുണ്ടാവും. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കും, ഇങ്ങനെ ഒരു ദേവത ഉണ്ടാവുമോ, അല്ലെങ്കിൽ 64 കൈയുള്ള ദേവത ഉണ്ടാവുമോ, അല്ലെങ്കിൽ 16 കൈയുള്ള ദേവത ഉണ്ടാവുമോ? ആ കയ്യിലെ ദേവതകളുടെ ആയുധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ദേവതയുടെ സ്വഭാവം മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് മഹാത്രിപുരസുന്ദരിയാണ്. മഹാത്രിപുരസുന്ദരിൻ്റെ കയ്യിൽ രാഗസ്വരൂപ പാഷാഢ്യ, ക്രോധാകാരാങ്കുശോജ്വല, മനോരൂപക്ഷു കോദണ്ഡ, പഞ്ചതന്മാത്ര സായക എന്നുള്ളതാണ്. ഈ 4 കയ്യിലെ ആയുധങ്ങളെ നോക്കിയാൽ ആ ദേവത എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. രാഗസ്വരൂപ പാഷാഢ്യ, രാഗം അടുപ്പിക്കുന്നതാണ് അല്ലേ, രാഗത്തിൻ്റെ സ്വരൂപത്തിലുള്ള പാശം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻ്റാണ്, അവിടെ അടുപ്പിക്കുന്നത് രാഗമാണ്. ആ പാശം, രാഗസ്വരൂപ പാശം, ക്രോധാകാരങ്കുശോജ്വല, ക്രോധമാകുന്ന അങ്കുശം, തോട്ടി കൊണ്ട് കുത്തുമ്പം അകലുകയാണ് ചെയ്യുക. അപ്പം അകലുക, അടുക്കുക എന്ന് പറയുന്ന 2 ചലനമാണ് ഈ പ്രപഞ്ചത്തിന് നിദാനം അല്ലേ. അട്രാക്ഷനും റിപ്പൾഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകമാണ്. അടുക്കുകയും അകലുകയും ചെയ്യുമ്പോഴാണ് വസ്തുക്കൾക്ക് ചലനം ഉണ്ടാകുമ്പോൾ അത് ചൂടാവുമ്പോൾ വികസിച്ച് ഏറ്റവും വികസനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തലം എന്ന് പറയുന്നത് പൊട്ടിത്തെറിയാണ്. ഇങ്ങനെ പൊട്ടിത്തെറി കൂടിയാണ് ലോകം ഉണ്ടായതെന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. ഈ പൊട്ടിത്തെറി എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ അറിയാം, അത് ഈ അകലലും അടുക്കലുമാണ്. മോളിക്യൂൾസ് തമ്മിലുള്ള അകലുകയും അടുക്കുകയും ചെയ്തപ്പോഴാണ്. അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ എങ്ങനെ ഉണ്ടായി, അതെന്തായി മാറി? മനോരൂപക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക, മനസ്സാവുന്ന വില്ല്, അതിൽ 5 ബാണങ്ങൾ, അത് 5 തന്മാത്രകളാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് പറയുന്ന തന്മാത്രകളാണ്. എങ്ങനെയാണ് അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ബോധം പ്രപഞ്ചമായി മാറിയത്? കാരണം നമ്മളെ സംബന്ധിച്ച് ഈശ്വരനെ, ഈ ദൈവം ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ലോകത്തെ ഉണ്ടാക്കിയതല്ല. ഈശ്വരൻ ബഹുവായി ഭവിച്ച് പ്രപഞ്ചമായി മാറിയതാണ്. സ്വകാമയതേ ബഹുസ്യാം പ്രജായതേ, ബഹുവായി ഭവിച്ചതാണ്. അങ്ങനെ ഒരു ബോധം, കാരണം സ്റ്റീഫൻ ഹോക്കിങ്സിനോട് ചോദിച്ചു, അദ്ദേഹം എപ്പോഴും പറയും എനർജിയാണ് മാസം, ഈ മാസം ഉണ്ടായത് ഒരു എനർജി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എനർജി എവിടെ നിന്നാണ് ഉണ്ടായത്? അവസാന കാലത്താണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് എനർജി ഉണ്ടായത് ഒരു ബോധത്തിൽ നിന്നാണ്, ഒരു കോൺഷ്യസ്നെസ് എന്നാണ്. ആ കോൺഷ്യസ്നെസ്സിനെയാണ് ഭാരതം പണ്ട് മുതലേ ശിവൻ എന്ന് വിളിച്ചിട്ടുള്ളത്. അത് അൺമാനിഫെസ്റ്റഡ് ആണ്. അതിൽ ഞാൻ ബഹുവായി ഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹമുണ്ടായി, അതാണ് ശക്തി. ആ ശിവനും ശക്തിയും ചേർന്നാണ് ഈ സർവ്വ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ആ പ്രപഞ്ചമുണ്ടായത് എങ്ങനെയാണെന്നാണ് രാഗസ്വരൂപ പാഷാഢ്യ, ക്രോധാകാരാങ്കുശോജ്വല എന്നുള്ള വരിയിൽ. അപ്പോൾ ദേവിയുടെ ഈ 4 ആയുധങ്ങൾ നോക്കിയാൽ ഈ ദേവി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അതിനെ ഡീകോഡ് ചെയ്താലത് മനസ്സിലാവും. എല്ലാ ഒരു ദേവതാ രൂപങ്ങളും ഇങ്ങനെയാണ്. ഇപ്പോൾ ഗണപതിക്ക് എന്തുകൊണ്ട് വലിയ തുമ്പിക്കൈ ഉണ്ടായി, അല്ലെ വലിയ ചെവി ഉണ്ടായി, എന്തുകൊണ്ട് 10 കൈകളുണ്ടായി? ഞാൻ പറഞ്ഞ അനേകം ധ്യാനങ്ങൾ ഗണപതിക്കുണ്ട്. അതിലൊരു ധ്യാനം 10 കൈകളോട് കൂടിയ ധ്യാനമാണ്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് വിഷ്ണു അനന്തൻ്റെ പുറത്ത് കിടക്കുന്നു? അനന്തൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റാണ്, അവസാനമില്ലാത്തതാണ്, ടൈമാണ്. അപ്പോൾ ടൈം ആൻഡ് സ്പേസ്,
ടൈം കൊണ്ടും സ്പേസ് കൊണ്ടും ലിമിറ്റഡ് ആയതാണ് ഈശ്വരൻ. ടൈം ആൻഡ് സ്പേസ് കൊണ്ട് ലിമിറ്റഡ് ആയതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും. അപ്പോൾ ഈശ്വരൻ പരിണമിച്ചാണ് പ്രപഞ്ചമായതെങ്കിൽ നമ്മളൊക്കെ ഈശ്വരനല്ലേ? ഇപ്പോൾ സ്വർണം കൊണ്ട് വളയും മാലയും ഉണ്ടാക്കിയെങ്കിലും വളയും മാലയൊക്കെ സ്വർണം തന്നെയല്ലേ? പക്ഷേ അതിന് വള എന്നും മാല എന്നും പേരുണ്ട് അല്ലേ? സ്വർണ്ണമാണെങ്കിലും ഇതുപോലെ ഈശ്വരൻ പരിണമിച്ചാണ് സർവ്വ പ്രപഞ്ചം ഉണ്ടായതെങ്കിൽ സർവ്വത് ഈശ്വരനാണ്. ഞാനും സ്വാതിയും ഈശ്വരനാണ്. പക്ഷേ ഈശ്വരൻ്റെ ഗുണം നമുക്കില്ല. കാരണം എന്താ? നമുക്ക് സർവ്വവ്യാപിത്വമല്ല, സർവജ്ഞത്വമല്ല. 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന 2 വസ്തുക്കളെ കൊണ്ടും നമ്മൾ ലിമിറ്റഡായി. അതാണ് ഞാൻ ദേവത ഈശ്വരനിൽ നിന്ന് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ആ ക്രമത്തെ കാണിക്കാനാണ് ഈ പറയുന്ന ആയുധങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഡീകോഡ് ചെയ്താൽ ആ ദേവതൻ്റെ സ്വരൂപം കിട്ടും. അതിൻ്റെ അതേ മറ്റൊരു രൂപമാണ് യന്ത്രപൂജ എന്ന് പറയുന്നത്. ആ എല്ലാ ദേവതകൾക്കും ഒരു യന്ത്രം ഉണ്ടാവും. അപ്പോൾ മഹാത്രിപുരസുന്ദരീൻ്റെ യന്ത്രമാണ് മഹാമേരു ശ്രീചക്രം എന്ന് പറയുന്നത്. ആ യന്ത്രത്തിനകത്ത് പലപ്പോഴും ഏറ്റവും പുറത്ത് ഒരുവിധം എല്ലാ യന്ത്രങ്ങൾക്ക് പുറത്ത് ചതുരമായിരിക്കും. ഞാനെന്ന ബോധമാണ്, മൂലാധാരമാണ് ചതുരം. നടുക്ക് മിക്കവാറും ബിന്ദു ആയിരിക്കും. ബിന്ദു ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ആ പ്രപഞ്ചം ആവുന്നതിന് മുമ്പുള്ള അവസ്ഥ എങ്ങനെ പരിണമിച്ച് ഞാനായി, അത് പരിണമിച്ചാണ് ഞാനായത്. ഈശ്വരൻ പരിണമിച്ചാണ് ഞാനായത്. ആ വഴിയെ കാണിക്കുന്നതാണ് യന്ത്രം. എല്ലാ യന്ത്രവും ഒരു യാത്രയാണ്. ഞാനെന്ന ബോധത്തിൽ നിന്ന് ഈശ്വരൻ പ്രപഞ്ചമെന്ന ബോധത്തിലേക്ക് ഉള്ള യാത്രയാണ് എല്ലാ താന്ത്രികമായ പദ്ധതികളും. അപ്പം അതുകൊണ്ട് യാത്ര തുടങ്ങുന്നത് എൻ്റെ ഞാനെന്ന ബോധം നിലനിൽക്കുന്ന മൂലാധാരത്തിനാണ്. അതുകൊണ്ട് ഒരുവിധം ഹോമകുണ്ഡം, ഗണപതിക്കൊക്കെ ഹോമകുണ്ഡം ചതുരത്തിലാണ് ഉണ്ടാക്കുക. അതുപോലെ പല യന്ത്രങ്ങളുടെയും അവസാനം ചതുരമാണ് ഉണ്ടാവുക. ആ ഞാനെന്ന ബോധത്തെ ഉയർത്തി പ്രപഞ്ചബോധത്തിലേക്ക് ഉയർത്തലാണ്. ശരീരമായിട്ട് ബന്ധമുണ്ട് അതിന്. ആ യാത്രയാണ് യന്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ യന്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനാണ് യന്ത്രം എന്ന് പറയാം. പണ്ട് നമ്മൾ അരിയൊക്കെ നമ്മൾ പൊടിക്കണം, ഉരലിലിട്ട് പൊടിക്കണം. യന്ത്രം വന്നു അല്ലേ? ഇപ്പം നമ്മൾ പൊടിക്കാനുള്ള യന്ത്രം വന്നപ്പോൾ എളുപ്പമായില്ലേ? അലക്കാൻ പണ്ട് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ പോരെ. അപ്പോൾ യന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളെ എളുപ്പത്തിൽ ചെയ്യുന്നതിനാണ് ഇപ്പോൾ യന്ത്രം എന്ന് പറയാം. ഇതേപോലെ ഞാനെന്ന ബോധത്തെ പ്രപഞ്ചബോധം, ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധത്തിലേക്ക് ഉയർത്തലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. അതിനെ എളുപ്പമാക്കുന്ന ഒരു യന്ത്രം തന്നെയാണ് യന്ത്രം എന്ന് പറയുന്നത്. ജാമിതീയ രൂപമാണ്. മന്ത്രം എന്ന് പറയുന്നത് ദേവതയുടെ അക്ഷരസ്വരൂപമാണ്. കാരണം ഈ പ്രപഞ്ചം തന്മാത്രകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അതിൽ പഞ്ചതന്മാത്രകളിൽ ആദ്യത്തെ തന്മാത്ര ശബ്ദമാണ്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ തസ്യ വാച പ്രണവ. ഓം എന്നുള്ള ശബ്ദമാണ് പ്രപഞ്ചമായി മാറിയത്. അതാണ് 51 അക്ഷരമായി മാറിയത്. ഈ 51 അക്ഷരം നമുക്ക് ദേവതയാണ്, മാതൃക എന്നാണ് അതിന് പറയുക, അമ്മയാണ്. ആ മാതൃകകൾ നാണ് എല്ലാ മന്ത്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആ മന്ത്രങ്ങൾ ആ ദേവതയുടെ അക്ഷരങ്ങൾ, ഈ മാതൃകാക്ഷരങ്ങളിലെ ചില ദേവതകളാണ്. ആ ദേവതാ സ്വരൂപം, ദേവതയുടെ അക്ഷരസ്വരൂപമാണ് ഈ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വഴിയിൽ ദേവതനെ നമുക്ക് സ്വാംശീകരിക്കാം. ഈ 3 വഴിയിലും സ്വാംശീകരിക്കാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വഴി മതി. യന്ത്രപൂജ ചെയ്യാം, മന്ത്രം സാധന ചെയ്യാം, ദേവതയെ ഉപാസിക്കാം. അപ്പോൾ വലിയ ഉപാസനാ പദ്ധതികളിലൊക്കെ പുരസ്ചരണം ചെയ്യുന്ന സമയത്ത് യന്ത്രപൂജ, ഹോമം, ജപം, തർപ്പണം, മാർജാനം എന്ന് പറയുന്ന ക്രമങ്ങൾ മുഴുവൻ വരും, പൂർണ്ണമായും ദേവതയെ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട്. ഇത് 3ഉം ദേവതയുടെ യന്ത്രം, ദേവതയുടെ മന്ത്രം, ദേവതയുടെ രൂപം എന്നല്ല. ദേവത തന്നെയാണ് മന്ത്രം, ദേവത തന്നെയാണ് യന്ത്രം, ദേവത തന്നെയാണ് രൂപം. ദേവതയുടെ രൂപമല്ലേ? ശ്രീനാഥിൻ്റെ മൊബൈൽ ഫോൺ എന്ന് പറയാം അല്ലേ? എൻ്റെ ശരീരം എന്ന് പറയാം. ഇതൊക്കെ എൻ്റെ വസ്തുക്കളാണ്. എന്നാൽ ദേവതയുടെ രൂപമല്ല, ദേവതയുടെ യന്ത്രമല്ല. യന്ത്രം ദേവത തന്നെയാണ്, അക്ഷരം ദേവത തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആൾക്കാർ പറയാറുണ്ട്, മന്ത്രം ജപിക്കുന്ന സമയത്ത് എനിക്ക് രൂപത്തെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല, അപ്പോൾ വേറെ പല ചിന്തയാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് ജപിക്കാൻ പറ്റുന്നില്ല. സുഹൃത്തെ, നിങ്ങൾ മന്ത്രം ചെല്ലുമ്പോൾ വേറെ ഏത് ചിന്ത വന്നാലും സാറില്ല, വിട്ടേക്കുക. ഇതിനെ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവരാൻ ഇത് 3 വഴിയാണ്. നിങ്ങൾക്ക് രൂപത്തിന് മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിച്ചാൽ മതി. ആ സമയത്ത് നിങ്ങൾ മന്ത്രം ജപിക്കേണ്ട. നേരെ മറിച്ച് നിങ്ങൾക്ക് മന്ത്രം ജപിക്കുമ്പം രൂപം വരുന്നില്ലെങ്കിൽ വരണ്ട. കാരണം അക്ഷരം ദേവതയാണ്, അക്ഷരത്തെ ശ്രദ്ധിച്ചാൽ മതി. ഈ 3നെയും കൂടി കൂട്ടിപ്പിടിക്കാൻ നോക്കണമെന്നില്ല. ഇത് ഒന്നും പറ്റാത്ത ആൾക്കാർക്ക് ക്രിയാകലാപം കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യന്ത്രപൂജ സൂക്ഷ്മമായി ചെയ്യുമ്പോൾ നമ്മളെ ബോധം ആ അവസ്ഥയിലേക്ക് എത്തും. എന്ത് മനോഹരമായിട്ടാണ് ഞാനെന്ന ബോധത്തെ ഈശ്വരനായി ഞാൻ ഈശ്വരനാണ് എന്ന ബോധത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ ഈ 3 രീതിയിൽ ഇവിടെ ഋഷിമാർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 3 രീതിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശ്രീനാഥ്ജി, മഹാത്രിപുര സുന്ദരിയുടെ യന്ത്രമാണല്ലോ മഹാമേരു.
ബാക്കി ദേവതകളെ യന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? യന്ത്രങ്ങൾ എല്ലാ ദേവതന്മാർക്കും യന്ത്രങ്ങളുണ്ട്. ഇപ്പം സുദർശന യന്ത്രം, നമുക്ക് ഒരുപാട് യന്ത്രങ്ങൾ കാണാൻ സാധിക്കും. പല വീട്ടിലൊക്കെ യന്ത്രം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ദേവതകൾക്കും യന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ കാളി യന്ത്രമുണ്ട്, സുബ്രഹ്മണ്യൻ യന്ത്രമുണ്ട്, കുബേര യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അതിൻ്റെ യന്ത്രത്തിൻ്റെ 2 ഡയമെൻഷനാണ് യന്ത്രം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ 3 ഡയമെൻഷനാണ് അതിൻ്റെ മേരു എന്ന് വിളിക്കുന്നത്, മഹാമേരു എന്ന് വിളിക്കുന്നത്. മേരു തന്നെ പല രീതിയിൽ അർദ്ധമേരുണ്ട്, ഭൂപ്രസ്ഥരം, അർദ്ധമേരു, മഹാമേരു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരും. അതിൻ്റെ 3 ഡയമെൻഷനാണ്. അപ്പോൾ ഏത് ദേവതയുടെ യന്ത്രത്തിന് വേണമെങ്കിലും 3 ഡയമെൻഷൻ ഉണ്ടാക്കാം. ഞാനൊരു സൂര്യയന്ത്രത്തിൻ്റെ 3 ഡയമെൻഷൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കാളി എൻ്റെ യന്ത്രത്തിൻ്റെ 3 ഡയമെൻഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം. അതൊന്നും അത്ര പോപ്പുലറല്ല. അപ്പം അതിലേറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും ഉപയോഗിക്കുന്നത് മഹാമേരു, മഹാത്രിപുരസുന്ദരിയുടെ മഹാമേരു തന്നെയാണ്. ആ മഹാമേരു ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം ഒരുപക്ഷെ ആ ദേവതയുടെ ഒരു സ്വീകാര്യതയാണ്. കൂടാതെ മഹാമേരുവിന് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മഹാമേരു മനുഷ്യനെയും പ്രപഞ്ചത്തിനെയും കൂടി ചേർക്കുന്ന ഒരു ബിന്ദുവാണ്. മഹാമേരു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. മഹാമേരു എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണ്. ഇതിന് രണ്ടിനെയും കൂടി ചേർക്കുന്നൊരു ബിന്ദുവാണ്. കാരണം മേരുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചം മുഴുവൻ മേരുവിലുണ്ട്. 64 കോടി ദേവതകളുണ്ട്. എല്ലാ ദേവതാ ചൈതന്യങ്ങളുമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് മേരു എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ ശരീരവുമായി നോക്കുന്ന സമയത്ത് ഭൈന്ദവം ബ്രഹ്മരന്ധ്രേച്ച മസ്തകേച്ച ത്രികോണകം ലലാടെ അഷ്ടാരചക്രം സ്യാൽ ബ്രുവോർ മധ്യേദശാരകം ബഹിർദശാരം കണ്ടസ്യാൽ മന്യുശ്രീ ഹൃദയാംബുജേ കുക്ഷോതു പ്രഥമവൃത്തം നാഭാദഷ്ടതലാംബുജം കടാവ് ദ്വിതീയ വലയം സ്വാധിഷ്ഠാനേ കലാശ്രയം മൂലേ തൃതീയ വലയം ജാനുഭ്യസ്തമഹീപുരം ജംഗേ ദ്വിതീയ ഭൂഗേഹം തൃതീയം പാദയുഗ്മയോ ത്രിപുര ശ്രീർ മഹാചക്രം പിണ്ടാണ്ടാത്മകമീശ്വരീം പറയുന്നൊരു ശ്ലോകമുണ്ട്. ശരീരത്തിലെ അതേ 9 ആവരണങ്ങൾ മൂലാധാരം തൊട്ട് ബിന്ദുസ്ഥാനം വരെയുള്ള വസ്തുക്കളാണ്. അപ്പോൾ മേരുവിൽ പൂജ ചെയ്യുന്ന സമയത്ത് പൂജ ചെയ്യുന്നത് മേരുവിലാണെങ്കിലും പൂജ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ബോധവുമായി മൂലാധാരത്തിൽ കിടക്കുന്ന ബോധത്തെ എങ്ങനെയാണോ സഹസ്രാര പത്മത്തിൻ്റെ മുകളിൽ ബിന്ദുസ്ഥാനത്ത് എത്തിക്കുന്നത്, ആ ഒരു പ്രോസസ്സ് അത് കണ്ണടച്ച് ഉള്ളിൽ ചെയ്യുന്ന സമയത്ത് സമയാചാരമായി, അത് പുറത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഉപാധി വേണം. അത് മഹാമേരുവാണ്. അതുകൊണ്ട് മഹാമേരുവിന് ഇത്ര പ്രചാരം കിട്ടി. കാരണം അത്രയധികം ബന്ധം അതിനുള്ളതുകൊണ്ട്. കുറച്ചുകൂടി വ്യാഖ്യാനിക്കാൻ എളുപ്പമുള്ളത്, കൃത്യമായി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഈ 9 ആവരണങ്ങളും ആവരണത്തെ ദേവതകളൊക്കെയാണ്. ഞാൻ തന്നെയാണ് മേരു, ഞാനും മേരു രണ്ടല്ല. ശ്രീനാഥ്ജി, അതേപോലെ ഇപ്പം നമ്മുടെ രഥയാത്രേൻ്റെ ഇടയിൽ ചെറിയൊരു വിവാദമൊക്കെ ഉണ്ടായി. അത് എന്താ പറയുക, മഹാമേരു എന്ന് പറയുന്നത് ദേവിയുടെ ശരീരമാണ്, പ്രദർശനം പാടില്ല എന്നൊക്കെ പറഞ്ഞ്, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം? ഇതൊരു വിവാദമായിട്ടൊന്നും ഞാൻ കണക്കാക്കിയില്ല. ചില ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല, ഫേസ്ബുക്കിലൊക്കെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ആരൊരാൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് ന്യായമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ചെറിയ പോസ്റ്റ് അതിനെക്കുറിച്ച് ഇടുകയും ചെയ്തിരുന്നു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. കാരണം വലിയ ഒരു സങ്കല്പത്തോടു കൂടിയാണ് കുംഭമേള ചെയ്യുന്നത്. വലിയൊരു സങ്കല്പം. അവിടെ രാജരാജേശ്വരി അവിടുന്ന് കൊണ്ടുവരുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ ഒരു മഹാമേരു കൊണ്ടുവരണം എന്നുള്ളത് ഇവിടുത്തെ മഹത്തുക്കളായ ആൾക്കാർ ചർച്ച ചെയ്ത് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പോൾ കാരണം ഇതിനെക്കുറിച്ച് എന്നോട് കൊണ്ടുവരണം എന്ന് പറയുന്നത് മഹാമണ്ഡലേശ്വരാണ്. എന്തായാലും മഹാമണ്ഡലേശ്വർ ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആളല്ലല്ലോ. മാത്രമല്ല, ഇത്രയും ജനങ്ങൾ കേരള ചരിത്രത്തിൽ ഇത്രയും ആൾക്കാർ കൂടിയിട്ടില്ല. അവർ ഇത്രയും വരുന്നത് ആ മഹാത്രിപുരസുന്ദരീൻ്റെ ഒരു പ്രഭാവം കൊണ്ടാണ്. ഞമ്മളുടെ മഹാമേരു തിരുനാവായി എത്തുമ്പം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ദേവിയെ സ്വീകരിക്കാനുണ്ടായത്. അപ്പോൾ അതിലൊക്കെയുള്ള ഒരു നന്മയെ, അതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഈ ദേവതയെ കൊണ്ട് പല കാര്യങ്ങൾ പലരും പറഞ്ഞു. ദേവതയെ നെട്ടും വോൾട്ടോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അതിലൊന്നും സത്യത്തിൽ മറുപടി അർഹിക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഇത് സ്വാഭാവികമായിട്ട് ഒരു രഥയാത്രയിൽ കൊണ്ടുവരുമ്പം ഇത് വെറുതെ അവിടെ വെച്ചത് സേഫായിട്ട് വെക്കണ്ടേ. അതുകൊണ്ട് അതിനെ ഉറപ്പിക്കാൻ വേണ്ടി ഈ മഹാമേരുവിൻ്റെ മുകളിൽ നെട്ട് വോൾട്ട് ഇട്ടില്ല. അതവിടെ വെച്ച് അത് ഇളകി പോകാതിരിക്കാൻ അതിന് 4 ഇത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. അതിനൊക്കെ
അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തോടു കൂടി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ വലിയ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. കാരണം മഹാത്രിപുരസുന്ദരി പരിണമിച്ചാണ് ഈ പ്രപഞ്ചമായി മാറിയത്. പ്രപഞ്ചത്തിൽ സർവ്വതും ദേവതയാണ്. ഈ നഗ്നമായി കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത്, ഈ നഗ്നത എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ അതൊക്കെ ഒരു വിക്ടോറിയൻ ചിന്താഗതിക്ക് ശേഷം വന്നതാണ്. ഈ നഗ്നത വളരെ മോശമാണ്, കാണിക്കാൻ പാടില്ല, എല്ലാം ഒളിപ്പിച്ച് വെക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു രണ്ടിൻ്റെയും വേർതിരിവൊക്കെ നമുക്ക് അപ്പോഴാണ് വന്നിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് നമ്മളുടെ പല ദേവതാ സ്വരൂപങ്ങളും നഗ്നമാണ്. അവർ രൂപം വരെ ധ്യാന ശ്ലോകം ഒക്കെ അങ്ങനെയാണ്. നമ്മൾ അനാദികാലമായിട്ട് തന്നെ ആരാധിച്ച് വരുന്നുണ്ട്. നഗ്നത മോശമാണ് എന്നുള്ള അഭിപ്രായമൊന്നും നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഇത് മഹാമേരു എന്ന് പറയുന്നത് ദേവത തന്നെയാണ്. ദേവത അല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് മഹാമേരുവിനെ പൊതുവായി പ്രദർശിപ്പിക്കരുത് എന്നല്ല. ധാരാളം ക്ഷേത്രങ്ങളിൽ, തമിഴ്നാട്ടിലൊരു എല്ലാ ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും മഹാമേരു കാണാൻ പറ്റും. മഹാമേരു പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് എന്താണ് ദേവതയല്ലേ കാണുന്നത്. മഹാമേരുവിനെ രഥയാത്രയായിട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ രഥത്തിൽ എഴുന്നള്ളിക്കാനുള്ള വിധിയും വിധാനങ്ങളൊക്കെ ഉണ്ട്. കാരണം ദേവതയുടെ രൂപം കാണുന്നത് പോലെ തന്നെയാണ് ദേവതയുടെ യന്ത്രവും. പക്ഷേ ഈ മഹാമേരുവിലുള്ള പൂജാ പദ്ധതികൾ അതിന് പല ക്രമമുണ്ട്. കൗളം, വാമം, സമയം, ദക്ഷിണം, മിശ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ദക്ഷിണാചാരത്തിൽ പൂജ ഉണ്ട്, കൗളത്തിൽ പൂജ ഉണ്ട്. അപ്പോൾ ആ പൂജാ പദ്ധതികൾ, അതിൻ്റെ ഉപാസനാ പദ്ധതികൾ, അതിൽ ധാരാളം രഹസ്യ സ്വഭാവങ്ങളുണ്ട്. യന്ത്രത്തെ, മഹാമേരുവിനെ അല്ല പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പൊതുവായി അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലെ പദ്ധതിയാണ്. കാരണം അത് വീരന്മാരുടെ പദ്ധതിയാണ്. അതുകൊണ്ട് വലിയ ശ്രീചക്ര പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് സങ്കേതം എന്ന് പറയും, ലഘുസങ്കേത പ്രവേശനമുണ്ട്, സങ്കേത പ്രവേശനമുണ്ട്. ആ ലഘുസങ്കേതത്തിലേക്ക് അതിലെ അധികാരികളെ, വീരന്മാരെ മാത്രമേ പ്രവേശിപ്പിക്കാറുള്ളൂ, അല്ലാത്തവരെ പ്രവേശിപ്പിക്കാറില്ല. കാരണം അതിൻ്റെ അകത്തുള്ള പദ്ധതികൾ പലതും ഗൂഢമായ പദ്ധതികളാണ്. അത് സാധാരണക്കാരനെ പറഞ്ഞാൽ മനസ്സിലാവാത്തതാണ്. അത് സമ്പ്രദായത്തിലുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഗൂഢമായി കാണേണ്ടത് ഗൂഢമായി തന്നെ കാണണം. കാരണം അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ശുദ്ധം, ചിലത് അശുദ്ധം അങ്ങനെ പറയാറുണ്ടല്ലോ. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ശുദ്ധാശുദ്ധത്തെക്കുറിച്ച് ഒരുപാട് അവ്യവസ്ഥകൾ അല്ലെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമാജത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്, ഈ ശംഖ്, വിളക്ക്, അതുപോലെ വൃത്തി, ഇതൊക്കെ ശുദ്ധം. അതുപോലെ കുളിക്കാതിരിക്കൽ, അതുപോലെ മാംസാഹാരം കഴിക്കുക, ഇതൊക്കെ അശുദ്ധമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അയാളെ ഒരു ഉത്സവത്തിന് കാവിലേക്ക് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ രാവിലെ മത്സ്യം കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാവിലേക്ക് വരില്ല എന്നുള്ളതാണ്. കാരണം മത്സ്യം കഴിക്കുന്നത് അല്ലെങ്കിൽ മാംസം കഴിക്കുന്നതൊക്കെ അശുദ്ധമാണ്. ഇതൊരു വളരെ വികലമായ ചിന്തയാണ്. തന്ത്രത്തെ സംബന്ധിച്ച് ശുദ്ധാശുദ്ധത്തെ വ്യാഖ്യാനിക്കുന്നത് മാനിഫെസ്റ്റഡ് ആയത് മുഴുവൻ അശുദ്ധമാണ്, മാനിഫെസ്റ്റഡ് ആവാത്തതാണ് ശുദ്ധം. ഈശ്വരൻ പ്രപഞ്ചമായി മാറിയത് 36 തത്വങ്ങളിലൂടെയാണ്. ആ 36 തത്വങ്ങളിൽ ഈശ്വരൻ, ശുദ്ധവിദ്യ, ഈശ്വരൻ, സദാശിവൻ, ഇതൊക്കെ ശുദ്ധ തത്വങ്ങളാണ്. ശിവൻ, ശക്തി, ഈശ്വരൻ, ഇതൊക്കെ ശുദ്ധവിദ്യ എന്നാണ് പറയുക. പിന്നീട് ശുദ്ധ തത്വങ്ങളാണ് ഇതൊക്കെ. ബാക്കി വരുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളൊക്കെ അശുദ്ധ തത്വങ്ങൾ. മായൻ്റെ 5 കഞ്ചുകങ്ങളും പുരുഷനും പ്രകൃതിയൊക്കെ ശുദ്ധാശുദ്ധ തത്വം എന്നാണ് പറയുക. അപ്പോൾ ശുദ്ധമെന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റഡ് ആയത്, ഉണ്ടായത് മുഴുവൻ അശുദ്ധമാണ്, ഉണ്ടാവാത്തത് മാത്രമേ ശുദ്ധമായി, പ്യുവർ എന്ന് നമ്മൾ പറയുന്ന ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈശ്വരനാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് ശുദ്ധമാണ്. ഞാൻ ഈശ്വരനല്ല, ഞാൻ വ്യക്തിയാണ് എന്ന് ചിന്തിക്കുന്നത് അശുദ്ധമാണ്. അതുകൊണ്ട് ഇവിടെ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും നിങ്ങൾ ശുദ്ധനാണ്. നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും ശുദ്ധമാണ്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ചൂല് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതൊക്കെ ശുദ്ധം തന്നെയാണ്. ശുദ്ധമല്ലാത്തതൊന്നും, ഈശ്വരനല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. വൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യന് വൃത്തി വേണം. വൃത്തി ഉണ്ടാവാനാണ് കുളിക്കുന്നത്, അല്ലാണ്ട് ശുദ്ധമാവാനല്ല. കുളിച്ച് വൃത്തിയായിട്ട് വരാമെന്ന് പറയാം, കുളിച്ച് ശുദ്ധമായിട്ട് വരാമെന്ന് പറയാൻ പറ്റില്ല. കാരണം കുളിച്ചാൽ ശുദ്ധമാവും. അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ, പലപ്പോഴും നമ്മളത് ഉപയോഗിക്കുക, അമ്പലത്തിലൊക്കെ പൂജാരിമാരെ പൂജ ചെയ്യുമ്പോൾ ഇവരെ ആരും തൊടാൻ പാടില്ല. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാവും എന്ന് പറയും.
അതെങ്ങനെയാണ് അശുദ്ധാവുക എന്ന് ചോദിച്ചാൽ, ആ പൂജ ചെയ്യുന്ന അവസ്ഥയിൽ ദേഹശുദ്ധി, ശംഖുപൂരണം തുടങ്ങിയ ക്രിയകളൊക്കെ കഴിഞ്ഞ് ഞാൻ ഈശ്വരനാണ് എന്ന ബോധത്തിലാണ് അയാൾ നിൽക്കുന്നത്. ആ സമയത്ത് സാധാരണ ഒരാളെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ, ആ പരസ്പര ബന്ധം വന്നാൽ അയാൾ ആ തലത്തിൽ നിന്ന് താഴത്തെ തലത്തിലേക്ക് വരുമെന്നുള്ളതുകൊണ്ടാണ് അശുദ്ധം എന്ന് പറയുന്നത്. അത് ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ മാത്രം. അല്ലാതെ പലപ്പോഴും ശുദ്ധാശുദ്ധത്തെ പലപ്പോഴും നമ്മൾ വികലമായിട്ടാണ് ചിത്രീകരിക്കാറ്. ഇടക്കാലത്തൊക്കെ ഈ ആർത്തവം അശുദ്ധമാണ് എന്ന് പറയുന്നൊരു ചിന്ത. ആർത്തവം അശുദ്ധമല്ല. കാരണം ത്രിപുരസുന്ദരി പരിണമിച്ചാണ് പ്രപഞ്ചമായതെങ്കിൽ ഞാനും ത്രിപുരസുന്ദരി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അശുദ്ധമാവുക? അല്ലെങ്കിൽ ദേവതകൾക്ക് ഇങ്ങനെ ഒരു സമയമല്ലേ എന്നൊക്കെ അത് അശുദ്ധമല്ല. അതൊക്കെ ആരോഗ്യപരമായ കാരണങ്ങളാലും ബോധത്തിൻ്റെ ചില പ്രത്യേക അവസ്ഥകളും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ആ സമയത്ത് വിശ്രമിക്കാനും തപസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അതായത് അശുദ്ധമായതുകൊണ്ടല്ല, എല്ലാം ശുദ്ധമാണ്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ ഞാൻ മാനിഫെസ്റ്റഡ് ആണ്, ഞാൻ വ്യക്തിയാണെന്ന് ചിന്തിക്കുന്ന അശുദ്ധമാണ്. ഞാൻ ഈശ്വരനാണെന്ന് അറിയുന്നത് ശുദ്ധമാണ്. ഞാൻ വ്യക്തിയാണെന്ന് ചിന്തിക്കുന്ന അശുദ്ധമാണ്. ഞാൻ ഈശ്വരനാണെന്ന് തിരിച്ചറിയുന്നതൊക്കെ ശുദ്ധാശുദ്ധമാണ് തന്ത്രത്തിൻ്റെ ഭാഷ്യം. പക്ഷേ ഇന്ന് പലപ്പോഴും പലതിനെയും അശുദ്ധമായി കണക്കാക്കുന്നുണ്ട്. തന്ത്രത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ അല്ല. ഒന്നുകിൽ മാനിഫെസ്റ്റഡ് ആയത് മുഴുവൻ അശുദ്ധമാണ്, ഈശ്വരൻ മാത്രമേ ശുദ്ധമായിട്ടുള്ളൂ. അതല്ലെങ്കിൽ എല്ലാം ശുദ്ധമാണ്. ഈശ്വരൻ പരിണമിച്ചല്ലാതെ ഈ പ്രപഞ്ചത്തിലൊരു വസ്തു ഉണ്ടായിട്ടില്ല. എവിടെ നോക്കിയാലും പ്രപഞ്ചത്തിൽ ഈശ്വരൻ അല്ലാത്തതൊന്നുമില്ല എന്ന് നമ്മളോട് പഠിപ്പിക്കുന്ന സനാതന സംസ്കാരം അതിൽ ഏതെങ്കിലും ഒന്ന് അശുദ്ധമാണെന്ന് പറയില്ല. കാരണം മഹിഷാസുരനും മഹാചണ്ഡികയും അല്ലെങ്കിൽ മഹിഷാസുരമർദ്ദിനിയായിരിക്കുന്ന ചണ്ഡികയും, ആ മഹിഷാസുരമർദ്ദിനിയെ നമ്മൾ പൂജിക്കുമ്പോൾ ആദ്യം മഹിഷനെയാണ് പൂജിക്കുന്നത്. ശിവനായി കണ്ടുകൊണ്ട് മഹിഷനെ പൂജിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഈ ഭാഷയിൽ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്ത്രത്തിൽ പൂജകളിലൊക്കെ ഉപയോഗിക്കുന്നൊരു മന്ത്രമുണ്ട്. ആദ്യത്തെ മന്ത്രം അപവിത്ര പവിത്രോവ സർവാവസ്ഥാം ഗതോപിവ യസ്മരേത് പുണ്ടരീകാക്ഷം സബാഹ്യാഭ്യന്തര ശുചി. ആ പവിത്രമായതൊക്കെ പവിത്രമാവട്ടെ എന്നുള്ളതാണ്. അപവിത്രമായത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം, ഞാൻ ശ്രീനാഥാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് അപവിത്രമാണ്. ഞാൻ ഈശ്വരനാണെന്ന് ചിന്തിക്കുന്നത് പവിത്രമാണ്. ഞാൻ ശ്രീനാഥാണ് എന്നുള്ള ബോധത്തിൽ നിന്നും ഞാൻ ഈശ്വരനാണ്, ശിവനാണ് എന്നുള്ള ബോധത്തിലേക്ക് ഞാൻ ഉയരട്ടെ എന്നുള്ളതാണ് ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം. ആ ഞാൻ ഈശ്വരസ്വരൂപമാണ് എന്ന് ചിന്തിച്ചാൽ അത് ശുദ്ധമാണ്. അതല്ലാത്തതൊക്കെ സ്വാതി വേറെയാണ്, ഞാൻ വേറെയാണ്, മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നതൊക്കെ ആ തരത്തിൽ അശുദ്ധമാണ്. തന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്.